ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നത് കേട്ടോ. 2 ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് തന്നെ ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇന്ന് ജനുവരി 14 എൻ്റെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ ഉണ്ണീശോയുടെ തിരുനാളാണിന്ന്. കഴിഞ്ഞ വർഷം വരെ ഞാൻ തിരുനാളിന് കൂടിയിരുന്നതാണ്. ഈ വർഷം എനിക്ക് പറ്റിയില്ല. പിന്നെ നാട്ടിൽ നിന്ന് വീഡിയോസൊക്കെ ഇട്ട് തരുന്നുണ്ട്, അതുകൊണ്ട് കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു സന്തോഷം കിട്ടുന്നില്ല. ചില സന്തോഷങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചില സന്തോഷങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്കും സന്തോഷിക്കാൻ പറ്റൂ, നമുക്ക് ചുറ്റുമുള്ളവർക്കും ആ സന്തോഷം കൊടുക്കാനായിട്ട് പറ്റൂ. കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയം എന്താ പറയുക, ഇങ്ങോട്ട് വരുന്ന കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് നമ്മൾ സെറ്റാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മക്കളെ വിട്ടു പോന്നു, എല്ലാവരും ഉപേക്ഷിച്ച് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ മാനസിക ബുദ്ധിമുട്ട് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷേ എങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ, മക്കളെ വിട്ടിട്ട് വരുമ്പം അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മോളി. ഞാൻ എനിക്കൊന്ന് നാട്ടിൽ പോകണമെന്നുണ്ട്. അതിനെന്നോട് പറഞ്ഞു, നീ ഇപ്പം അടുത്തൊന്നും പോകാനായിട്ട് ചിന്തിക്കേണ്ട. കാരണം ഒരാണായ എനിക്ക് മക്കളെ കളഞ്ഞിട്ട് വരുമ്പം ഞാൻ എത്രത്തോളം ഡിപ്രഷനിലാണ് ഞാനിപ്പം. ഇത് സെറ്റാവണമെങ്കിൽ എങ്ങനെ പോലും 1-2 ആഴ്ച എടുക്കും, അല്ലാതെ പെട്ടെന്നൊന്നും മൈൻഡ് സെറ്റാവില്ല. അന്നേരം വേണ്ടതുകൊണ്ട് ഇപ്പോൾ ഉടനെയൊന്നും നീ പോകണ്ട. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉടനെ അല്ല, എങ്കിലും എനിക്ക് പോകണം നാട്ടിൽ. ഇപ്പോൾ എൻ്റെ മക്കളെ എനിക്കൊന്ന് കാണണം. അങ്ങനെ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില സന്തോഷങ്ങൾ നമ്മൾ ഒരാൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ മറ്റു പലർക്കും അതിലൂടെ സന്തോഷം ലഭിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ മനോഹരിതമാകുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സങ്കടമില്ലെന്നല്ല, ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ നമ്മുടെ സങ്കടങ്ങൾ ഞാൻ ആരോടും പങ്കുവെക്കാറില്ല. പിന്നെ എനിക്ക് അത്രയും താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് അമ്മ വിളിക്കുമ്പോൾ പറയാം, പിന്നെ മക്കളോടൊക്കെ പങ്കുവെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇപ്പം മനസ്സിലാക്കുന്ന, ആരോട് പങ്കുവെച്ചാലും ഞാൻ അനുഭവിക്കേണ്ട സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കേണ്ടതാണെങ്കിൽ ഞാൻ തന്നെ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആരോടും ഒന്നും പറയാറില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷം, മനസ്സമാധാനമാണ്. ഇത് രണ്ടും മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവരും സമാധാനത്തോടു കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഈ സന്തോഷം, മനസ്സമാധാനം ഇതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിടത്തും പോയി മേടിക്കാനോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് മനസ്സമാധാനം. പല രീതിയിലുള്ള ടെൻഷനിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ. ഒരുപാട് ടെൻഷൻ ഓരോ ദിവസവും നമ്മളെ കാത്തിരിപ്പുണ്ട്. ഇന്നലെ 2 ദിവസം വീഡിയോ ചെയ്തിട്ട് കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു ഭാരമായിരുന്നു. എന്തോ എനിക്കൊന്നും രണ്ടായിട്ട്, നമുക്ക് നടുകുന്ന രണ്ടായിട്ട് പിളർന്നു പോകുന്ന കണക്ക്. എനിക്കറിയില്ല എന്താണെന്ന്. ഒരൊറ്റ കിടപ്പായിരുന്നു. അങ്ങനെ എന്തായാലും രാത്രി പിന്നെ ഓയിൻമെൻറ്റൊക്കെ ഇട്ട് കിടന്നു. അപ്പം എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഒരു കുളിയൊക്കെ അങ്ങ് കുളിച്ചു. കൂടുതൽ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിലധികം ചൂട്, ആവശ്യത്തിലധികം തണുപ്പ്, ഒന്നും മീഡിയം ലെവലിലല്ല, എല്ലാം ആവശ്യത്തിലധികമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അങ്ങനെ അപ്പോൾ ചില സങ്കടങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് എല്ലാവരെയും ഒരേ സമയം ഒന്നുപോലെ സന്തോഷിപ്പിക്കാനും സാധിക്കത്തില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാനാണെങ്കിൽ, നമ്മളെ ഒരുപാട് പേര് വിളിക്കും നാട്ടിൽ നിന്ന്. നമ്മളെ ഇതുവരെ വിളിച്ചിട്ടില്ലാത്തവർ പോലും നമ്മളെ വിളിക്കും. എന്തിനാണെന്നറിയാം, നമ്മുടെ സുഖം വിവരം അന്വേഷിക്കുക എന്നതിനേക്കാളുപരി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ഉണ്ടാവും ഫ്രണ്ട്സ് പറയാനായിട്ട്.
എന്തെങ്കിലും സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ വിളിക്കുന്നത്. എന്തെങ്കിലും പൈസയുടെ കാര്യങ്ങളോ അതിനായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നോ എന്നറിയാനൊന്നും അല്ല വിളിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയുള്ള കോളുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ കിടപ്പുണ്ട്. ഇങ്ങനെ ഞാൻ എന്താ പറയുക, ലൈറ്റിൽ നിൽപ്പുണ്ട്. ഓരോന്ന് വീതം നമ്മൾ ഓരോന്ന് പതുക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പം തൽക്കാലം നമുക്കിപ്പം പുറത്തുള്ള ഒരു സഹായവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അത്രയ്ക്കും വളരെ ടൈറ്റായിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ബന്ധങ്ങൾ പറയുന്നുണ്ട്, എന്താണ് ഞാനങ്ങ് മാറിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്താണ്, ജീവിതം കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കുന്നു, വിശാലമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും കണ്ട ചിന്താഗതിയും അല്ലെങ്കിൽ കാഴ്ചപ്പാടും ഒന്നുമല്ല മറ്റുള്ളവർക്ക്. എനിക്ക് ഇവരൊക്കെ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അന്നേരം പിന്നെ എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോയല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ചുറ്റുപാടുമുള്ളവർ അവരോട് പറയുന്ന വാക്കുകൾ. നമ്മളിപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മളെപ്പോഴും നല്ലതാണ്. മനസ്സിലായില്ലേ? 5000, 10000, 20,000, 25,000 ഇങ്ങനെ ഡിമാൻഡ് ഇങ്ങനെ കൂടുക. പക്ഷെ ചിന്തിക്കുന്നില്ല അവരവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ ആഹാരം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്താണ് അവിടെ കഴിച്ചത്, അവരുടെ അവസ്ഥ എന്താണ്, അതൊന്നും ആർക്കും ഒന്നും അറിയണ്ട. എല്ലാവരും വിളിക്കുകയും സംസാരിക്കുന്നതും ഈ ഒരൊറ്റ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പരമാവധി നിലനിർത്താതിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് വിടുക. അവരൊന്നും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. അവരവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഇന്ന് ഉപയോഗിക്കാനായിട്ട് നോക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആരും ഒരു വിലയും തരത്തില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വെറും നമ്മുടെ തൊട്ടടുത്ത് നിന്നാൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ബന്ധുക്കളും സ്വന്തക്കാരും വരെ ഉണ്ടാകും. എൻ്റെ അനുഭവമാണത്. നമ്മുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ടാകും, പക്ഷെ നമ്മളെ കാണാനുള്ള കണ്ണ് അവർക്കുണ്ടാവില്ല. നമ്മളെ മനസ്സിലാക്കാനുള്ള ഹൃദയ വിശാലത അവർക്കുണ്ടാവില്ല. എന്നാൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കട്ടെ, ഉണ്ടാകുന്ന സമയമാകട്ടെ, ഈച്ച പൊതിയുന്ന കണക്ക്, തേനീച്ച പൊതിയുന്ന കണക്ക് നമ്മളങ്ങ് ചുറ്റും അങ്ങ് പൊതിനോളും. മനസ്സിലായി? നമ്മളെ താലത്തിൽ കൊണ്ടു കിടക്കും, കൈവെള്ളയിൽ കൊണ്ടു കിടക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലോ പൊക്കിയെടുത്ത് താഴോട്ടിട്ടോളും. അതാണ്. അതായത് ഇത് രണ്ടും അനുഭവിച്ച് വന്ന വ്യക്തികൾക്ക് മനസ്സിലാവും ആ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവും. ഇതിലും ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ടല്ല നമ്മളെ നോക്കി ചിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാനും ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. കണ്ണും പൂട്ടി എല്ലാ ബന്ധങ്ങളെയും നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. കാരണം നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ള കാലത്തോളം മാത്രമേ നമുക്ക് ജോലി ചെയ്ത് നമുക്കെന്നെ കരുതി, നമ്മുടെ കുടുംബത്തിനെന്ന് കരുതി, നമ്മുടെ മക്കൾക്കെന്നെ കരുതി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് വേണ്ടിയും നമ്മൾ കരുതണം. നമുക്ക് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ. അതിനുള്ള വഴികളും നമ്മൾ ഇതിനൊപ്പം നമ്മൾ കണ്ടെത്തണം. അതിനുള്ള മാർഗങ്ങളും കൂടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലാതെയുള്ള എന്താ പറയുക, സാഹചര്യം നോക്കി വരുന്ന ബന്ധങ്ങളോട് എനിക്ക് അത്ര വലിയ മതിപ്പില്ല. ഉള്ളത് പറയാലോ, അത്ര വലിയ മതിപ്പില്ല. പിന്നെ ഇതല്ല, ദൈവത്തിൻ്റെ കയ്യിലല്ല. ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഓരോ ദിവസം തുടങ്ങുക അവസാനിക്കുകയും ചെയ്യുന്നത്. ദൈവം അറിയാതെ ഒന്നും ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇനി നടക്കാൻ പോകുന്ന എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. ദൈവം നോക്കിക്കോളും. നമ്മുടെ എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ചിന്താഗതി അങ്ങനെയായിരിക്കട്ടെ. ഒന്നിനെക്കുറിച്ച് അമിതമായിട്ട് ആകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ച് അമിതമായിട്ട് സന്തോഷിക്കാതെ, ഒന്നിനെക്കുറിച്ചും അമിതമായിട്ട് ചിന്തിക്കാതെ നമ്മുടെ ജീവിതം, ഉള്ള ജീവിതം എത്ര നാളുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ഉള്ള ജീവിതം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ബന്ധങ്ങൾ നിലനിർത്തണം, പക്ഷെ അതിലൊരിക്കലും സാമ്പത്തികം അതിന് മധ്യസ്ഥത വഹിക്കാൻ പാടില്ല. ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിർത്തണം, പക്ഷെ അതിലൊരിക്കലും സാമ്പത്തികം വരരുത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.